മുക്കിലിപ്പീടിയ അങ്ങാടിയിൽ നിന്ന് കണ്ട് പഴയ റോഡിന്റെ ഒരവസ്ഥ നോക്കിയാൽ എങ്ങനെയാണെന്നറിയോ? കടലിൽ ഒരുമാതിരി തിരമാല അടിച്ച മാതിരിക്കാണ്. വളഞ്ഞും തിരിഞ്ഞൊക്കെയാണ്. ഈ ഒരു അവസ്ഥയൊക്കെ മാറാൻ പോവാണ്. ഇനി KNRCന്റെ പ്ലാന് എന്ന് പറഞ്ഞാൽ ഇവിടെ തിരമാല ഒഴിവാക്കാനുള്ള പ്ലാനാണ്. അതിന് വേണ്ടിയിട്ടാണ് ഒരു ലോഡ് കണക്കിന് മണ്ണ് കൊടുന്നുകൊണ്ട് അവിടെ തട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഭാഗം ശരിക്ക് കണ്ടോളി. ഒരാഴ്ചയും കൂടി പണി തകൃതിയായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ സ്ഥലം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയൂല. ആകെ മൊത്തം മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഹലോ എല്ലാവർക്കും ഷിബിൾ ടെക് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മളെ വളാഞ്ചേരി ബൈപ്പാസ് അവസാനിക്കുന്ന ഭാഗമാണ്. മുക്കിലിപ്പീടിക എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു അങ്ങാടിയിലാണ് ഇപ്പം ഞാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ കണ്ടത് ആകെ 3 തൊഴിലാളികളെയാണ്. ഓല് ഈ ഡ്രെയിനേജിൻ്റെ സ്ലാബ് വാർത്തതിൻ്റെ മുട്ടും പലകൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഡ്രെയിനേജിൻ്റെ സ്ലാബൊക്കെ എല്ലായിടത്തും ഇതുപോലെ വാർത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് ഒരു 80% കഴിഞ്ഞിട്ടുണ്ട്. അപ്പാര ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റാണ്. നല്ല ഹൈറ്റിലാണ് പൊന്തിക്കുന്നത്. രണ്ട് ബസ്സിൻ്റെ ഹൈറ്റ് ഉണ്ടാവും. അത് നമ്മളാ ചേളാരി ഒക്കെ ഉള്ള ആ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അത്രയൊക്കെ ഉണ്ടാവും ഇവിടെ. നമ്മൾ മുന്നിൽ കാണുന്ന ഒരു അണ്ടർ പാസിലേക്കാണ് നമ്മളെ ഈ ഒരു അപ്രോച്ച് റോഡ് ജോയിൻ്റ് ആവാനുള്ളത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇങ്ങനെ ഇട്ടൊക്കെയാണ്. ജോയിൻ്റ് ചെയ്താൽ നമ്മൾ ഈ മെയിൻ റോഡ് ബ്ലോക്ക് ആവും. അപ്പോൾ ഇനി ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള സർവീസ് റോഡ് അതാദ്യം ടാറിങ് ചെയ്യണം. എന്നിട്ട് ഈ വണ്ടികളൊക്കെ ഇതിലൂടെ കടത്തി വിടണം. എന്നാൽ മാത്രമേ ഈ ഒരു സംഭവം ഇങ്ങോട്ട് മുട്ടിക്കാൻ കഴിയുള്ളൂ. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കേട്ടോ. നല്ല ഹൈറ്റിൽ മണ്ണിട്ട് പൊന്തിച്ചിട്ടുണ്ട്. ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. നമ്മളാ വലത് ഭാഗത്ത് കാണുന്ന സംഭവം ഉണ്ടോ, ഡ്രെയിനേജ്, റോഡിൻ്റെ ക്രോസ് ആയിട്ട് ഡ്രെയിനേജും കൂടി പോകുന്നുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ കെട്ടി പൊന്തിക്കണം എന്നുണ്ടെങ്കിൽ ലോഡ് കണക്കിന് മണ്ണ് വേണ്ടി വരും കേട്ടോ.
ഇവരെല്ലായിടത്തും ആദ്യം തന്നെ സർവീസ് റോഡ് കോൺക്രീറ്റും ടാറിങ്ങും ഒക്കെ ചെയ്താണ്ട് വെക്കും. എന്നാൽ മറ്റുള്ള പണികളൊക്കെ എടുക്കാൻ വളരെ എളുപ്പമാണ്. വാഹനങ്ങൾ ആ ഭാഗത്ത് കൂടെ ഇങ്ങനെ കടത്തി വിടുകയും ചെയ്യാം, സെൻറ്ററിൽ ഈ വർക്ക് എടുക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ ഈ അപ്രോച്ച് റോഡ് മുട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കുറ്റിപ്പുറത്ത് നിന്ന് വരുന്ന ഈ വാഹനങ്ങൾക്കൊക്കെ ആ ഒരു സർവീസ് റോഡ് വഴി അങ്ങനെ ഒന്നെങ്കിൽ നമ്മളെ വളാഞ്ചേരി ഭാഗത്ത് കൂടെ അങ്ങനെ പോവുകയും ചെയ്യാം, അല്ലെങ്കിൽ ആ അണ്ടർപാസിൻ്റെ ഉള്ളിൽ കൂടെ കയറിക്കാണ്ട് നേരെ ഈ ഒരു റോഡിൽ കൂടെ തന്നെ കയറി ഇങ്ങനെ പോവുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ എത്ര ഹൈറ്റ് ഉണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ മേലെ കയറി നോക്കണം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം, അതിൻ്റെ ഹൈറ്റ് എത്ര ഉണ്ട് എന്നുള്ളത്. നമുക്കൊരു ടോപ്പ് വ്യൂ കിട്ടുമല്ലോ ഇതിൻ്റെ. ഇതിങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കൂടി വരികയാണ് കേട്ടോ. ഓരോന്ന് നമ്മൾ ഹൈറ്റ് കൂടും തോറും ഈ സ്റ്റെപ്പ് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ ഏറ്റവും എത്ര ഹൈറ്റ് വരും എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കണം. അപ്പോൾ ഏറ്റവും ടോപ്പിലായി എത്തി നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ഇനി ഇവിടുന്ന് നോക്കണം. നമുക്ക് ഇതാ ഈ ഒരു കാണുന്ന ഹൈറ്റ് കണ്ടാൽ നിങ്ങൾ, ഇത്രയും ഹൈറ്റ് ഉണ്ട് ഇവിടുന്ന് കണ്ടാലും നമുക്ക് മനസ്സിലാവുമല്ലോ, ഇത്രയും ഹൈറ്റ് ഉണ്ട് ഉണ്ടോ. അപ്പോൾ ഈ നിലവിൽ പോകുന്ന റോഡ് ഈ ഒരു ഹൈറ്റിന് ഒപ്പാവും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ തന്നെ ആവാനാണ് സാധ്യതയുള്ളത്. ഇങ്ങനെയാണ് പോകുന്നത് ഈ ഒരു ഭാഗം. ഈ സാധനം ഒന്ന് പൊക്കി നോക്കട്ടെ. അമ്മേ, ഒറ്റ കൈയിലൊന്നും പൊന്തിക്കാൻ കഴിയില്ല, നല്ല വെയിറ്റാണ്. എപ്പോക്സി കോട്ടഡ് സ്റ്റീലിൻ്റെ വേസ്റ്റുകൾ ഒരുപാടുണ്ട്, അത് കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. बोलो आपका गाँव कहाँ है? मालदा है। माँ मालदा मालदा मालू रुतवा दुतवा रुतवा रुतवा। हाँ, लैंग्वेज का हिंदी नहीं हिंदी नहीं। ഇവരോട് ഹിന്ദി പറഞ്ഞാലേ ഞാൻ പഠിച്ച ഹിന്ദിയും കൂടി മറന്നു പോകും. ഇവർ ശരിക്കും ഹിന്ദിക്കാരല്ല. ഞാൻ കുറച്ചൊക്കെ നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട് ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നിങ്ങളെ ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം, എങ്ങനെ വീഡിയോ മെച്ചപ്പെടുത്തണം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഏതായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നമ്മുടെ താഴത്തേക്കൊക്കെ വേണ്ടിയിട്ടുള്ള മണ്ണ് ഇവിടെ നിന്ന് തന്നെ ഒരുപാട് കിട്ടും കേട്ടോ. കാരണം ഇവിടെ ഒരു ഓവർ പാസ് വരുന്നതുകൊണ്ട് നല്ല ഡെപ്തിൽ തന്നെ മണ്ണ് ഒരുപാട് എടുത്ത് പോകാനുണ്ട്.
അപ്പോൾ നമ്മൾ ഓവർപാസിൻ്റെ വർക്കാണ് ഇപ്പോൾ നമ്മൾ എന്താ നോക്കുന്നത്. വലിയ പുരോഗതികളൊന്നുമില്ല. അപ്പോൾ സൈഡ് വാള് കോൺക്രീറ്റ് ചെയ്യാനുണ്ട്.